ഹലോ, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ കുക്കിംഗ് വ്ളോഗ്സ്. നമ്മളിന്ന് കൂർക്ക സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മിക്ക ആൾക്കാർക്കും ഈ കൂർക്ക അരിഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഒരുക്കെടുക്കാനുള്ള മെനക്കേട് കാരണമാണ് അതിനെ സൈഡാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ഒരു ടിപ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോർട്സിൽ, വൈറ്റ് ഷോർട്സിൽ. അതൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത കൂർക്കത ഇതേപോലെ കുഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് തേങ്ങ ചിരവി എടുക്കണം. തേങ്ങ കുറച്ച് മതിയാവും. തേങ്ങ, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും നന്നായിട്ട് നമുക്ക് നമ്മുടെ കൂർക്കയുടെ കൂടെ മിക്സ് ചെയ്ത്, തേങ്ങയും കൂർക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്, വെള്ളപ്പാത്രത്തിൽ കാണിക്കുന്നത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം തീ നമുക്ക് കുറച്ചെടുത്ത് വെള്ളം ആഡ് ചെയ്യാതെ നമുക്ക് കൂർക്ക വേവിച്ചെടുക്കാം. കൂർക്കയിൽ നിന്ന് വെള്ളം ഊറും. കൂർക്കയിൽ നിന്നും തേങ്ങയിൽ നിന്നും വെള്ളം ഊറി അതിൽ നന്നായിട്ട് വെന്ത് കിട്ടുന്ന കൂർക്കയിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? അതെ, കടുക് പൊട്ടിച്ചിരിക്കുന്ന നമ്മുടെ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതിന് സ്പെഷ്യൽ ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തൊക്കെയാണ് കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി, ഇത്രയും സംഭവം നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ, എരിവ് വേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. വാട്ടി ഇലക്കകത്ത് ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിക്കണം. അയ്യവ,